സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ പുള്ളി പോയിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള ഒരു കുഴപ്പം പിടിച്ച ആളാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റും. അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലയിൽ പോറ്റി ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ദേവസ്വത്തിന്റെയും ഒരു കടലാസും, ഒരു അരക്കീറ് കടലാസ് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നില്ല. ഒരു തീരുമാനവും മന്ത്രി എടുക്കേണ്ടി വരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ ഒരു വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചില വിശദീകരണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നതും വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തെടുത്ത് വച്ചു എന്ന് പറഞ്ഞതുപോലെയായി കടകംപള്ളി സുരേന്ദ്രന്റെ ആ പരാമർശങ്ങൾ അത്രയും CPM-ന് അങ്ങനെ തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും, എന്നാൽ അത് പലരും പറയുന്നത് പോലെ പലതവണ പോയിട്ടില്ല, ഒരു തവണ മാത്രമാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളതെന്നും, എന്നാൽ പോയ സമയത്തെല്ലാം താൻ മന്ത്രി എന്ന രീതിയിൽ തനിക്ക് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു, തന്റെ ഗൺമാൻമാർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താൻ രഹസ്യമായിട്ടല്ല പോയത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്താവശ്യത്തിനാണ് എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ ഓർമ്മിക്കുന്നില്ല. 5-10 വർഷം മുൻപ് നടന്നൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് അതിന്റെ കൃത്യമായ ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും ശബരിമലയ്ക്ക് പോകുന്ന വഴി പോറ്റിയുടെ വീട്ടിൽ കയറിയിരുന്നു എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുകയുണ്ടായി. ഇവിടെയാണ് ഒന്ന് രണ്ട് ചോദ്യം കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കാനുള്ളത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ സാധാരണ അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിൽ വാവൂർസ്വാമിയെ കണ്ടു വണങ്ങിയതിനു ശേഷമാണ് അയ്യപ്പനെ ചെന്ന് തൊഴുകുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അയ്യപ്പനെ തൊഴാൻ പോകുന്നതിന് മുമ്പ് അയ്യപ്പന്റെ ഉറ്റ ചങ്ങാതിയായ വാവൂർസ്വാമിയെ എരുമേലിയിൽ കണ്ട് ദർശനം നടത്തിയതിനു ശേഷമാണ് അയ്യപ്പ ഭക്തന്മാർ മലചവിട്ടി സ്വാമിയെ കാണുക. ഇതുപോലെ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു വണങ്ങുന്ന എന്തെങ്കിലും ചടങ്ങുകൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മുതൽ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നുള്ള ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള മറുപടിയാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ചോറൂണിനോ അല്ലെങ്കിൽ 1-ാം പിറന്നാളിനോ അങ്ങനെ എന്തോ ഒരു ആവശ്യം പ്രമാണിച്ചാണ് പോയത് എന്ന് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൃത്യമായി ഓർമ്മയുണ്ട്, താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാതൊരു തരത്തിലുള്ള സഹായവും തന്റെ മണ്ഡലത്തിൽ താൻ കൈപ്പറ്റിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും യാതൊരു ഗിഫ്റ്റുകളും താൻ വാങ്ങിച്ചിട്ടില്ല, സമ്മാനങ്ങളും വാങ്ങിച്ചിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി എനിക്ക് യാതൊരു തരത്തിലും പങ്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ നടത്തുന്നതിന് സ്പോൺസർഷിപ്പിന് അപേക്ഷിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന തനിക്ക് ഒരു അപേക്ഷ നൽകിയിട്ടില്ല എന്നൊക്കെ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രന് ഓർമ്മയുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നുള്ളതിന് കൃത്യമായി യാതൊരു തരത്തിലുള്ള മറുപടിയും കടകംപള്ളി സുരേന്ദ്രന് തരാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, അതീവ ഗുരുതരമായ മറ്റൊരു കാര്യം കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കോൺഗ്രസിനും പങ്കുണ്ട്, അല്ലെങ്കിൽ UDF ഭരണകാലത്ത് നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊടിമരം പുനർനിർമ്മിക്കുന്നതെന്നും, സ്വർണ്ണക്കൊടിമരം പുനർനിർമ്മിക്കുമ്പോൾ സ്വർണ്ണക്കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ശാസ്താവിന്റെ വാഹനമായ വാജി രൂപം, പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ഏതാണ്ട് 11 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പഞ്ചലോഹ നിർമ്മിതമായ വാജി രൂപം അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന UDFന്റെ പ്രതിനിധിയായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ അജിത് അറയിൽ ഉൾപ്പെടെയുള്ളവർ തന്ത്രി കണ്ഠരർക്ക് അത് കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശബരിമലയുടെ സ്വത്ത് കൊള്ളയടിക്കുന്നതിൽ UDF സർക്കാരിന് കൃത്യമായ പങ്കുണ്ട്, തങ്ങൾക്ക് മാത്രമല്ല ഇതിൽ പങ്കുള്ളത് എന്ന് വരുത്തി തീർക്കുവാൻ പിണറായി വിജയന്റെ കൂട്ടു സഖാക്കളും എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ താൻ പോയിരുന്നു എന്നുള്ള പരാമർശം കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും വരുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും സോണിയാഗാന്ധിയെ കണ്ട ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ സോണിയാഗാന്ധിയെ കണ്ടത്, ഇത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPM-കാരുടെ എല്ലാ അണികളും, അതായത് ദേശീയ തലത്തിൽ മുതൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ നിൽക്കുന്ന ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കും പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഇപ്പോഴുള്ള വാർത്താ സമ്മേളനം വന്നിരിക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായി സോണിയാഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് തരത്തിലുള്ള ആളാണെന്ന് എനിക്ക് അറിയാമായിരുന്നില്ല, അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും അറിയാമായിരുന്നില്ല. ഇയാൾ കുറ്റക്കാരനാണെന്നോ കുറ്റവാളിയാണെന്നോ കുറ്റവാസനയുള്ള ആളാണെന്നോ എനിക്കും അറിയാമായിരുന്നില്ല, സോണിയാഗാന്ധിക്കും അറിയാമായിരുന്നില്ല. അറിയാമായിരുന്നെങ്കിൽ ഇയാളെ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമായിരുന്നില്ലല്ലോ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടന്നിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയാഗാന്ധിക്കും യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത്. കാരണം തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ബന്ധമില്ല എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏത് വിധേനയും അത് UDFന്റെ തലയിൽ വച്ചുകെട്ടുന്നതിന് വേണ്ടി ചില
പണി ഒപ്പിച്ചു വരുന്നതിനിടയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ ഒരു 8ന്റെ പണി, മുട്ടൻ പണി പിണറായി വിജയനും CPM-നും നൽകിയത് എന്നുള്ളത് ഇപ്പോൾ വല്ലാത്ത തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു CPM-ന്. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ഒന്ന് കടക്കട്ടെ. മന്ത്രി എന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടികൾക്ക് പോകുമ്പോൾ തീർച്ചയായും ഗൺമാന്മാരുണ്ടാകും, കൂടെ പോലീസുകാരും എസ്കോർട്ടിനുണ്ടാകും. എന്നാൽ മന്ത്രി പോകുന്ന ഇടങ്ങളിലെല്ലാം മന്ത്രി ആരുമായി ചർച്ച ചെയ്യുന്നുവോ, എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നുവോ, ഇത്തരം ഇടങ്ങളിലേക്ക്, അതായത് മന്ത്രിയുടെ ചർച്ചാവേളയിലോ മന്ത്രി മറ്റാരെങ്കിലുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നുണ്ടെങ്കിലോ ആരെയെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിലോ അവിടേക്കൊന്നും ഒരു കാരണവശാലും ഗൺമാന്മാർ കടന്നു വരാറില്ല, മന്ത്രിയുടെ എസ്കോർട്ട് പോലീസുകാരും കടന്നു വരാറില്ല. ഒരുപക്ഷെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും മന്ത്രിയുടെ ചർച്ചകൾ നടത്തുക. ഇത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ഇരിക്കുന്ന ഒരു ചിത്രത്തിൽ ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അവിടെ ഗൺമാന്റെ സാന്നിധ്യമില്ല, എസ്കോർട്ട് വന്ന പോലീസുകാരുടെ സാന്നിധ്യമില്ല. പിന്നെ എന്ത് പറഞ്ഞാണ് കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്, എന്റെ കൂടെ എന്റെ 3 ഗൺമാന്മാരിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, 2 വണ്ടി പോലീസ് എസ്കോർട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയാണ് ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അത്രയും പിണറായി വിജയനും CPM-നും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സോണിയാഗാന്ധിക്ക് ഒരു തരത്തിലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും കടകംപള്ളി സുരേന്ദ്രന് നൽകാനുണ്ടായിരുന്നില്ല. ബംഗളൂരു വിമാനത്താവളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും നിൽക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയത് എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടിയൊന്നും പറയാതെ ഞഞ്ഞാ പിന്നെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെയാണ് നാം കണ്ടത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഷയിലും ശബ്ദത്തിലുമെല്ലാം വളരെ തളർച്ച തോന്നുന്ന, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ള അവസരത്തിൽ അവസാന അത്താണി എന്ന രീതിയിൽ മുങ്ങാൻ പോകുന്ന ഒരാൾ കച്ചിത്തുരുമ്പ് കണ്ടാലും കയറി പിടിക്കും എന്നതുപോലെ തന്നെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മാധ്യമ സമ്മേളനം. താൻ ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ഒരു പത്രസമ്മേളനം മാത്രമായിട്ട് അതിനെ കണ്ട ആളുകളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇക്കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി കടകംപള്ളി സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏതാണ്ട് 16,000-ൽ ചിഷ്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏതാണ്ട് 16,000-ൽ ചിഷ്ടം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ഭരണ ചുമതല ഒരു കാരണവശാലും ദേവസ്വം വകുപ്പ് മന്ത്രിക്കില്ല. എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണ ചുമതല ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നടത്താൻ പറ്റില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡുകൾ സ്വയം പര്യാപ്തമാണ്, അവരാണ് അത്തരം കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ശബരിമലയുടേതെന്നല്ല ഒരു ക്ഷേത്രത്തിന്റെയും ഏതെങ്കിലും നിർമ്മാണ പ്രവൃത്തിയുമായോ അല്ലെങ്കിൽ അവരുടെ പുനരുദ്ധാരണത്തുമായി ബന്ധപ്പെട്ടോ ഭരണപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അരക്കീറ് കടലാസ് പോലും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ എത്താറില്ല എന്നുകൂടി കടകംപള്ളി സുരേന്ദ്രൻ എടുത്തു പറയുന്നു. ശബരിമലയിൽ നടന്ന യാതൊരു വിശേഷങ്ങളും താൻ അറിഞ്ഞിട്ടില്ല, അല്ല എന്നുണ്ടെങ്കിൽ ഭരണപരമായ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, അത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തനിക്കറിയില്ല, താൻ അത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. എന്നാൽ ശബരിമലയിൽ ഉത്സവം നടത്തിക്കുന്നതിന് വേണ്ടി താൻ കൂട്ടുനിന്നിട്ടുണ്ട്, അത് താൻ ഭംഗിയായി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉത്സവം നടത്തിപ്പിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന രീതിയിൽ കൈകടത്താറുള്ളൂ, ഇടപെടാറുള്ളൂ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ അത് മറ്റൊരു കുരുക്കായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഉത്സവം നടത്തിപ്പിന് വേണ്ടി മാത്രം എന്തിനാണ് ദേവസ്വം വകുപ്പ് രൂപീകരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ എന്തിനാണ് ഇതിനു വേണ്ടി പലയിടങ്ങളിലായി പലർക്ക് വേണ്ടി ശമ്പളം എന്ന രീതിയിൽ എഴുതി തള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുകൂടി ഇപ്പോൾ കടകംപള്ളിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലത്തിൽ തന്നെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കടകംപള്ളി നടത്തിയ ഇത്തരം വിമർശനങ്ങളും വിശദീകരണങ്ങളും എല്ലാം CPM-നും പിണറായി വിജയനും വൻ കുരുക്കായി മാറിയിരിക്കുന്നു. സോണിയാഗാന്ധിയുടെ ചിത്രവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF-നും പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ, അതായത് UDF-ന്റെ കേന്ദ്ര നേതൃത്വം, കേന്ദ്ര നേതാവായ സോണിയാഗാന്ധിക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ തലകുത്തി മറിഞ്ഞ് ന്യായീകരണം നടത്തുമ്പോഴാണ് അവരുടെ എല്ലാം കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പങ്കില്ല എന്നുള്ളത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ ഏതെങ്കിലും കാരണവശാൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോറ്റിയെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ല. പോറ്റിക്കും സോണിയാഗാന്ധിക്കും തമ്മിൽ യാതൊരു തരത്തിലും സ്വർണ്ണ ഇടപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ CPM ഇതിൽ വെട്ടിലായിരിക്കുന്നു. ഇനിയും കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് വേണ്ടി SIT വിളിപ്പിച്ചിരിക്കുന്നു. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണുള്ള സൂചനകൾ നിയമവൃത്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും. ഞാൻ എല്ലാവരുമായിട്ടും ഒരു സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പോറ്റിയെക്കുറിച്ച് ഇപ്പോഴല്ലേ നിങ്ങളടക്കം എല്ലാവരും മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ പുള്ളി പോയിരിക്കുകയല്ലേ. ഇങ്ങനെയുള്ള ഒരു കുഴപ്പം പിടിച്ച ആളാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റും. അപ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു നിലയിൽ പോറ്റി ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇല്ല 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 എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ പോറ്റിയുമായുള്ള ബന്ധത്തെ കുറിച്ച് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് ഏതെങ്കിലും വിവാദം വന്നതിന് ശേഷം പോറ്റിയുമായി സാധാരണ ഒരു ഭക്തനുമായുള്ള ബന്ധം മാത്രമാണെന്ന്
പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നില്ല അത് പറയാതിരുന്നത്. ഇല്ല, അങ്ങനെയുള്ള ഒരു നല്ല ഭക്തനുമായിട്ടുണ്ടായിട്ടുള്ള ബന്ധം പലതരത്തിലുള്ള നമ്മുടെ ബന്ധം ആരംഭിക്കുന്ന പല രൂപത്തിലല്ലേ ആരംഭിക്കുന്നത്. പിന്നെ അത് സാധാരണഗതിയിൽ പലപ്പോഴും തുടരും. നിങ്ങൾ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ബന്ധപ്പെടുന്നു, പത്രപ്രവർത്തകൻ അല്ലാതായി ആയി മാറുമ്പോഴും എൻ്റെ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ പ്രതിപക്ഷം ഇത് ആരോപണം ഒപ്പം കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന ആക്ഷേപം ഉയർത്തുമ്പോൾ അതിനെതിരാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പരിസരവാസികൾ നിത്യ സന്ദർശകനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം എന്താ പറയുക, ഒരു സത്യവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ നേതാവല്ല, സോറി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറയുകയാണ്. അയൽവാസി തന്നെ പറയുന്നത് 2 പ്രാവശ്യമാണ് പോയതെന്ന്. ഞാൻ പറയുകയാണ് 1 പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. അത് പോലീസുകാരുമായിട്ട് ആണ് ഞാൻ പോകുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. BJPക്ക് അറിഞ്ഞൂടെ, BJP നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് അറിഞ്ഞൂടെ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം? എനിക്ക് എന്ത് ബന്ധമാണ് അതിനകത്ത്? എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിശ്ചയമായിട്ടുണ്ടെന്ന് ഞാൻ പറയും. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു തീവണ്ടി അപകടം വന്നപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് നടന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഉത്സവകാലത്ത് മാത്രം പോകുന്ന ഒരാളാണ്. ഉത്സവകാലത്ത് പോകാൻ ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഏറ്റവും നന്നായിട്ട് ആ കാലത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷഭരിതമായിട്ടുള്ള കാലത്ത് പോലും ഞാൻ അവിടെ തമ്പടിച്ച് അവിടെ സംഘർഷങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാതിരിക്കാനും സംഘർഷങ്ങളെ ലഘൂകരിക്കാനും ഭക്തരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുമൊക്കെ തന്നെ ഞാൻ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. അത് നന്നായിട്ട് നടത്തുക. അതിനപ്പുറം ശ്രീകോവിലിൽ പോവുക, തന്ത്രിയെ കണ്ടിട്ടുണ്ട്. ആ പോകുന്ന സന്ദർഭങ്ങളെല്ലാം ഞാൻ കാത്തുനിന്ന് തന്ത്രിയെ കണ്ടിട്ടുണ്ട്. അവിടെ തന്ത്രി കാണുന്നത് നിശ്ചയമായിട്ടും ക്ഷേത്ര കേസിൽ അവരൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. നമ്മൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. 10,000-16,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം മന്ത്രിയാണ്. ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ദേവസ്വത്തിന്റെയും ഒരു കടലാസും, ഒരു അരക്കീറ് കടലാസ് മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രിയുടെ മുന്നിലേക്ക് വരുന്നില്ല. ഒരു തീരുമാനവും മന്ത്രി എടുക്കേണ്ടി വരുന്നില്ല. ഇവിടെ നിങ്ങൾ ചില ആളുകൾ പ്രചരിപ്പിച്ചത് എനിക്ക് ഈ പോറ്റി ഒരു അപേക്ഷ തന്നു, അത് ഞാൻ ഫോർവേഡ് ചെയ്തു എന്നാണ്. സാധാരണഗതിയിൽ ഒരു അപേക്ഷ എനിക്ക് കിട്ടിയാൽ ഞാൻ ബന്ധപ്പെട്ട വകുപ്പിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഫോർവേഡ് ചെയ്യുക എന്റെ രീതിയാണ്. ഫോർവേഡ് ചെയ്യുമ്പോഴും ഞാൻ 5 വർഷക്കാലം 3 വകുപ്പിനകത്ത് ഫോർവേഡ് ചെയ്തപ്പോഴും ഞാൻ 2 വാക്കേ എഴുതിയിട്ടുള്ളൂ: പരിശോധിച്ച് ഉചിത തീരുമാനമെടുക്കുക എന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് അപേക്ഷയും തന്നിട്ടില്ല, ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നിട്ട് നിങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു അപേക്ഷ തന്നു, ഫോർവേഡ് ചെയ്തു വന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാകേണ്ട കാര്യം ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് പഠിച്ചാൽ, ഒന്നും പഠിക്കുന്നു വേണ്ട, ഒന്ന് ജനറലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണ നിയന്ത്രണം അവരിൽ തന്നെ നിക്ഷിപ്തമാണ്.